ഹലോ ഗൈസ്, എല്ലാവർക്കും മല്ലു അൺനോൺ ഗോസ്റ്റ് ഗെയിമറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ലോൺ വിൽഫാണ്. മാക്സിമം വൺ ടാപ്പ് അടിക്കാൻ വേണ്ടി ശ്രമിക്കും, പക്ഷേ പറ്റിയില്ലെങ്കിൽ എനിക്ക് ആരും കൂടി ഞാൻ മാക്സിമം കുറേ നാളെ കളിച്ചിട്ട് എൻ്റെ ഫസ്റ്റ് അക്കൗണ്ടിൻ്റെ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇട്ടിട്ടില്ല. ഞാൻ ഇതിൻ്റെ സെക്കൻഡ് അക്കൗണ്ടാണ് ഇത്. എൻ്റെ സെറ്റിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ ടീമേറ്റിന് സപ്പോർട്ട് കൊടുക്കാൻ ഗൈസ്, പക്ഷേ ടീമേറ്റ് ഫസ്റ്റ് ഒന്നും സൈഡിൽ ഇപ്പോൾ അടി വന്ന് ഞാൻ പിടിച്ച് നിൽക്കാൻ നോക്കി പറ്റിയില്ല, വൺ ടാപ്പ് അടിക്കാൻ നോക്കി പറ്റിയില്ല, കുത്തിപ്പിടിക്കാൻ നോക്കി പറ്റിയില്ല. ആ ഒരു ടീം ഞാൻ ഫസ്റ്റ് വിചാരിച്ച അവരുടെ ടീം സൂപ്പറായിരിക്കുന്നു. എനിക്ക് ഫോം ഞാൻ ഒരു കൺട്രോൾ കൈ വന്നപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഓക്കെ, പിന്നെ ഫുള്ളി ഞാൻ സൂപ്പറായിട്ട് നിന്ന്. അതിന് ഗെയിമിൻ്റെ ഇടയിൽ ടീമിൻ്റെ കണക്ഷനൊക്കെ പോകും. ഞാൻ ഫുൾ റെഡ് കളിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. ഈ റൗണ്ടിൽ വൺ ടാപ്പ് അടിക്കുന്ന ഞാൻ ശ്രമിക്കും. ഓക്കെ, ഒരു വൺ ടാപ്പ്. അങ്ങനെ ഞാൻ ഒരു വൺ ടാപ്പ് അടിച്ചു. ഇവളെ അടിക്കാൻ ശ്രമിക്കാം ഗൈസ്. ഓക്കെ, 67 ബോഡി ഉണ്ട്. ഇനി വൺ ടാപ്പ് അടിക്കാൻ പറ്റില്ല ഗൈസ്. ഇനി വൺ ടാപ്പ് കയറില്ല, ചിലപ്പോൾ കയറും. ഇങ്ങനെ ബോഡി അടിച്ചടിച്ച് വൺ ടാപ്പ് കയറും. അത് എല്ലാത്തിലും അങ്ങനെയാണെന്നല്ലേ ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, ടീമേറ്റ് കുത്തി പിടിച്ച് വൺ ടാപ്പ് അടിച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ കുറേ നാളെ കളിച്ചിട്ട് ഇതിലൊരു സെറ്റിങ്സ് ശരിയല്ല. മറ്റേ ഫയറും ബട്ടൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിപ്പുണ്ട്. അത് ഇന്ന് കളിച്ച് സെറ്റാക്കി എടുക്കണം എല്ലാം കൂടെ. ഞാൻ നന്നായിട്ട് പക്ഷേ എനിക്ക് ഗ്ലൂ വാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എല്ലാ സെറ്റിങ്ങും ശരിയാക്കണം. AWM ആണ് ഈ റൗണ്ട് കിട്ടിയത്. ഞാൻ AWM വെച്ച് അങ്ങനെ കളിക്കാറില്ല, പക്ഷേ കുഴപ്പമില്ലാതെ കളിക്കും. AWM സ്വിച്ച് ചെയ്ത് അടിക്കാൻ അറിയാം, നന്നായിട്ട് അറിയാം. അതാണെങ്കിൽ നിങ്ങളിപ്പോൾ നോക്കിക്കോ, ഞാൻ ഇപ്പോൾ കാണിച്ചില്ല. നോക്കിക്കോ ഗൈസ്, ഞാനിപ്പം M80 വെച്ച് അടിക്കും. ഞാൻ സ്വിച്ച് ചെയ്ത് അടിച്ച് കാണിച്ചു തരാം. സ്വിച്ച് ചെയ്ത് എങ്ങനെയാണ് അടിക്കേണ്ടത് കാണിച്ചു തരാം. അടിക്കണം, സ്വിച്ചിങ് ബട്ടൺ വെച്ചിട്ട് അടി. ഇപ്പോൾ വൺ ടാപ്പ് എന്താണ് അല്ല, റെഡാണ് ഐസ് കയറിയത്. വൺ ടാപ്പ് അല്ല, റെഡ് കയറി. അടുത്ത റൗണ്ടിൽ ഞാൻ സ്വിച്ച് ചെയ്ത് കാണിച്ചത്. ഈ റൗണ്ടല്ലേ, അടുത്ത റൗണ്ട് തെറ്റിപ്പോയി. ഞാൻ ഇത് എഡിറ്റിംഗ് വഴിയാണ് വോയിസ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞുതരായിരുന്നു. നോക്കോ, എനിക്ക് ഇടയ്ക്ക് എൻ്റെ മെയിൻ അക്കൗണ്ടിൻ്റെ വീഡിയോ കിട്ടിയാണ്. ഇതുപോലെ സ്വിച്ച് ചെയ്ത് അടിച്ചാലും മതി. നമുക്കറിയില്ല, ചാടി അടിച്ച് സ്വിച്ച് ചെയ്ത് മേറ്റി. അതുപോലെ ഇതിൽ ഞാൻ വൺ ടാപ്പ് അടിക്കണം. ഇപ്പോൾ അവൾ ഉപയോഗിക്കുന്ന മറ്റേ ഫയറിങ് ഗണ്ണായതുകൊണ്ട് ഗ്ലൂ വാളൊക്കെ ചുമ്മാ പൊട്ടി ഇതേപോലെ സൈഡ് വഴി വരും. ഒരു വൺ ടാപ്പ് ഫുൾ റെഡ് അടിച്ച് ഇതുപോലെ കളിച്ചാൽ മതി. ചുമ്മാ നമുക്ക് കളി ജയിക്കാം. നമ്മൾ കോൺസെൻട്രേഷൻ കൊടുത്ത് കളിക്കണം, അല്ലാതെ കളിച്ചാൽ നമുക്ക് ഇതൊന്നും കയറില്ല. നമുക്ക് മര്യാദയ്ക്ക് കളിക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ അവർ തോംസന് P90 എടുത്ത് തരും ഗൈസ്. അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർക്ക് അത്യാവശ്യം കളിക്കാൻ അത് നല്ല. അതിൽ M10 ഉണ്ടായിരുന്നു, M4A1 ഉണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, പിന്നെ ഡെസേർട്ട് ഉണ്ടായിരുന്നു. ഇതൊന്നും എടുത്തില്ല അവർ. P90 തോംസന്. അതാ ചിലപ്പോൾ അവർക്ക് അതായിരിക്കും ഇഷ്ടം. ഇത് ഞാൻ തോംസൺ വെച്ച് നന്നായിട്ട് കളിക്കും. അതുകൊണ്ട് റെഡ് ബോഡി അടിച്ച് റെഡ് നന്നായി സിറ്റം ഗ്ലൂ വാളൊക്കെ ഇടും. പക്ഷേ ഇതിൽ പറ്റില്ല. ഈ സെറ്റിങ്സ് ശരിയായി വരുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി അടുത്ത് ഈ റൗണ്ടിൽ അടിച്ചിടാൻ ശ്രമിക്കാം. ഈ റൗണ്ടിൽ എനിക്ക് അടിച്ചിടാൻ പറ്റിയില്ല ഗൈസ്. നിങ്ങൾ നോക്കിക്കോ ഗൈസ്, ഒരു മിനിറ്റ്. അടിച്ചിട്ട് സൈഡിൽ അടി എനിക്ക് വളഞ്ഞിട്ട് അടിച്ച് ഗൈസ്. തന്നെ അവിടെ നിന്ന് അടിച്ച് ഇവിടെ നിന്ന് അടിച്ച്. അവൻ ഡിമിട്രി ഇട്ട് കളിക്കുന്നുണ്ട്. അവൻ അടിക്കും തോറും അടിച്ച് 10 HP കൂടും, 10 HP കുറയും. അതുകൊണ്ട് അവൻ വീഴൂല ഗൈസ്. ഞാൻ എല്ലാ BR കളിക്കുന്നതിൽ M4A1 3 ചിപ്പ് അല്ലെങ്കിൽ UMP M10 മാഗ് ത്രോഗൺ ഇങ്ങനത്തെ ഗണ്ണ് വെച്ചാണ് കളിക്കുന്നത്. ഇതില്ലാതെ M4A പഠിച്ചു. M4A1 എൻ്റെ കളി കാണണമെങ്കിൽ ഇപ്പോൾ ഞാൻ കണ്ടോ ഫുൾ റെഡ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഞാൻ നന്നായിട്ട് ഫുൾ റെഡ് അടിക്കും ഗൈസ്. ഇതാ കണ്ടോ, ഞാൻ ഡെസേർട്ടൊക്കെ വെച്ച് അടിക്കുന്നത് ഉറപ്പ് വൺ ടാപ്പാണ്. ഇപ്പം അവൻ പുറത്തിറങ്ങൂല ഗൈസ്. ആ ഒരു 2 ഹെഡിൽ തന്നെ മതിയായി. അവൻ പുറത്തിറങ്ങിയില്ല. ഞാൻ അവനെ പരുത്താൻ വേണ്ടി ഗ്ലൂ വാളിലിട്ട് ഫയറൊക്കെ കൊടുത്തു, എന്നിട്ട് അവൻ വരണില്ല. കുറേ നേരം കൊണ്ട് വീണ്ടും ഫുൾ റെഡ്. എന്തോ 12ൻ്റെ ബോഡി എന്തോ കയറി. അത് കുഴപ്പമില്ല. ഒരു നമ്മൾ കളി അടിച്ച് കഷ്ടപ്പെടാനൊന്നും ഇതിലില്ലായിരുന്നു. അവന്മാർ അത്ര നന്നായിട്ടൊന്നും കളിച്ചില്ല. കുഴപ്പമില്ലാതെ ഞാൻ പിടിച്ചെന്ന് കളിച്ച് വീഡിയോ സേവ് ചെയ്ത്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും. വീണ്ടും അടുത്തൊരു ഫ്രീ ഫയർ വീഡിയോയിൽ കാണാം. ബൈ.